അപൂർവം വേളകളിൽ നാം സന്യാസികളാകാറുണ്ട്, അപൂർവം വേളകളിൽ. ഇത് നിത്യമായി വരണം എന്ന് പറയാം. അവിടെയാണ് ഭഗവാൻ കർമ്മത്തെ അകർമ്മമാക്കാൻ പറയുന്നത്. കർമ്മത്തിൻ്റെ അകർമ്മം, കർമ്മം, വികർമ്മം, അകർമ്മം പഠിച്ചുവല്ലോ. അകർമ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ. കർമ്മത്തിൽ അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ എനിക്ക് എന്തില്ല, ഞാനെന്ന ഭാവമില്ല. നടക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനെന്ന ഭാവമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ദേ ഞാൻ നടക്കുന്നു, ഇല്ല, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരിക്കലുമില്ല. അപ്പൊ ബോധപൂർവവും അബോധപൂർവവും ഉണ്ട്. നമുക്ക് പലതും നോക്കിക്കഴിഞ്ഞാൽ, അതായത് സ്വബോധമില്ലാത്ത ഒരുവൻ കൊലപാതകം ചെയ്താൽ പോലും കോടതി അവനെ ശിക്ഷിക്കുന്നില്ല. നിയമം അങ്ങനെ അനുശാസിക്കുന്നു. സ്വബോധമില്ലാത്ത ഒരുവൻ ഒരു കൊലപാതകം ചെയ്താൽ, കാരണം അവൻ മാനസികമായിട്ട് തളർന്നിട്ടുള്ളവനാ, ഭ്രാന്തനാണ്. ഭ്രാന്തൻ കൊല ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ തൂക്കിക്കൊല്ലുമൊന്നുമില്ല. അതുകൊണ്ടാണ് സ്വബോധമുള്ളവൻ ഞാൻ സ്വബോധമില്ലാത്തവനാണ് എന്ന സർട്ടിഫിക്കറ്റ് നേടാൻ പരിശ്രമിക്കുന്നത് കൊല ചെയ്തു കഴിഞ്ഞിട്ട്, അല്ലേ? അപ്പൊ സ്വബോധവും കർമ്മവും ബന്ധപ്പെട്ടിരിക്കുന്നു. കോടതിക്ക് പോലും എന്താ പറയുക, കോടതി പോലും സ്വീകരിക്കുന്നത് ഇതാണ്, അല്ലേ? അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ പക്വമാകാത്ത പ്രായത്തിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 3 വയസ്സായ ഒരു കുട്ടി ചെറിയ കുട്ടിയുടെ വായയിൽ വിഷം ഒഴിച്ചു കൊടുത്തു, ഈ കുട്ടിയെ ശിക്ഷിക്കൊന്നുമില്ല, ഒരു കോടതിയും ശിക്ഷിക്കില്ല. കാരണം സ്വബോധത്തോടു കൂടിയുള്ള കർമ്മമല്ല. അതുകൊണ്ട് ആ കർമ്മഫലത്തിന് അവനിൽ എന്താ പറയുക, കർമ്മഫലം അനുഭവിക്കാൻ അവൻ യോഗ്യനല്ല. അല്ലെങ്കിൽ നാം ശിക്ഷിക്കുന്ന നമ്മുടേതായിട്ടുള്ള ശിക്ഷാവിധികളൊന്നും അവിടെ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടുന്നതല്ല എന്ന് പറയുക. അപ്പൊ ഇവിടെ ആ കർമ്മത്തിൽ ഉടമസ്ഥതാബോധം മാറിയിട്ടുള്ള ഒരു അവസ്ഥയെയാണ് നിത്യസന്യാസം എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ അത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അയ്യോ, നമുക്കിത് സാധ്യമാണോ? നമുക്കേ ഇത് സാധ്യമാകൂ. അതുകൊണ്ട് ഈ സന്യാസിയാവാൻ യോഗ്യനായിട്ടുള്ളവൻ ആര്? നിങ്ങൾ ഇതിൽ ആലോചിക്കണം. കാരണം നമ്മളൊക്കെ തന്നെ ഏതെങ്കിലും ഗുഹയിലിരിക്കുന്ന ഒരാൾക്ക് പ്രാപിക്കേണ്ടുന്നതല്ല അത്. ഗുഹയിലിരിക്കുന്നവൻ എന്ത് ചെയ്യാനാണുള്ളത്? ഗുഹയ്ക്കകത്തിരിക്കുന്ന കൊതുകിൻ്റെ എണ്ണ എടുക്കാനോ? അതിനിപ്പോൾ സന്യാസം എന്ന് പറഞ്ഞൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളല്ലേ ഏറ്റവും സങ്കീർണമായ കർമ്മങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത്? അതായത് ഗൃഹസ്ഥന്മാർ. നമുക്ക് എന്തൊക്കെ കർമ്മങ്ങളാണ് ഉള്ളത്? രാവിലെ മുതൽ രാത്രി വരെ ഏതൊക്കെ കർമ്മപാതയിലൂടെ, കർമ്മരംഗങ്ങളിലൂടെ, ആ ഭൂമികയിലൂടെ നമ്മുടെ സഞ്ചാരം എവിടെ നിന്നൊക്കെയാണ്? നമ്മൾ നോക്കൂ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുക്കളയാകുന്ന ലോകം, ആ ലോകത്തുനിന്ന് ബസ്സിൽ കയറുന്നു, ബസ്സിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം, ചുറ്റുപാട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ്, ഒക്കെ ഒരു പ്രത്യേക ലോകമാണ്. ആ ബസ് സ്റ്റോപ്പിൽ എങ്ങനെ നിലകൊള്ളണം, ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് അല്ലെങ്കിൽ ട്രെയിന്, അതിൽ നിന്ന് ഇറങ്ങി ഓഫീസ് വരെയുള്ള യാത്ര എങ്ങനെയാണോ അത്, ഓഫീസിൽ, അത് കഴിഞ്ഞാൽ ഓഫീസിൽ തന്നെ താൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കുന്ന ആ ഒരു ലോകം, തൊട്ടപ്പുറത്ത് നടക്കുന്ന ചീട്ടുകളി, ഗോസിപ്പുകൾ, അതൊക്കെ വേറെ ഇല്ലേ? പിന്നെ തൻ്റെ വീണ്ടുമുള്ള വരവ്, പിന്നെ വല്ല സാമൂഹ്യ പ്രവർത്തനം, വല്ല സംഘടനയിൽ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെ എത്ര കർമ്മങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളിലൂടെ നടന്നു നീങ്ങുന്നവന് വേണ്ടുന്നതാണ് സന്യാസം. ഇതൊന്നുമില്ലാതെ ഒരു ആശ്രമത്തിൽ ഒരു ഗുഹയിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ട സന്യാസം. എന്തിനാ അയാൾക്ക് സന്യാസം? നിങ്ങൾ ആലോചിക്കൂ. അവര് ഗുഹാമുഖങ്ങളിൽ ആ ബ്രഹ്മവിചാരത്തോടു കൂടി ഇരിക്കുന്നത് അവർക്ക് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അവരങ്ങനെ ഇരുന്നാൽ മതി, എല്ലാം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞുവല്ലോ നേരത്തെ. പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കുന്നു. സന്യാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഈ അധ്യായം സന്യാസത്തെ സംബന്ധിക്കുന്നതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലക്ഷ്യം തന്നെ സന്യാസമാണ്. നമ്മുടെ പൂർത്തീകരണം സന്യാസത്തിലാണ്. ഒരുവൻ പൂർണ്ണനാകുന്നത് ഈ സന്യാസത്തെ പ്രാപിക്കുമ്പോഴാണ്. അത് ഏതൊരാൾക്കും വേണ്ടതാണ്. അവിടെ ജാതി മതം ഒന്നുമില്ല. നമ്മുടെ അവകാശമാണ് നാം സന്യാസിയാകുക, സന്യാസിനിയാകുക എന്നത് നമ്മുടെ അവകാശമാണ്.
അവിടെ വസ്ത്രത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. ഉള്ള വസ്ത്രം ധാരാളം. അവിടെ നിങ്ങൾക്ക് ചുരിദാർ വേണമെന്നോ സാരി വേണമെന്നോ കോട്ടൺ വേണമെന്നോ സിൽക്ക് വേണമെന്നോ ഒന്നും ഒരു നിബന്ധന ഒരു തരത്തിലുള്ള നിയമാവലികളും ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഇതിന് ഞാൻ അധികാരിയാണ്. ഈ അധ്യായത്തിൽ ഭഗവാൻ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം സന്യാസമാണ്. ഇതായിരിക്കട്ടെ നിങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം. ഓർക്കുക, ഈ സന്യാസത്തിൽ നിങ്ങൾ ഒന്നിനെയും ഉപേക്ഷിക്കുന്നില്ല, എന്നാൽ എല്ലാറ്റിനെയും ഉപേക്ഷിക്കുന്നുമുണ്ട്. അസ്ഥിരമായതിനെ വിട്ട് സ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് സന്യാസി എന്ന് ഇന്നലെ നാം കണ്ടു. സ്ഥിരമായതേതോ അതാണ് ഞാൻ. അസ്ഥിരമായതെല്ലാം എന്നിലൂടെ കടന്നു പോകുന്നതാണ്. സ്ഥിരമായ ആകാശത്തിൽ അസ്ഥിരമായ മേഘങ്ങൾ പടരുന്നത് പോലെ എൻ്റെ ലക്ഷ്യം ആകാശം, നിത്യത. അപ്പൊ എന്നിലൂടെ കടന്നു പോകുന്നതാണ് ഇതെല്ലാം എന്നോർത്തോളൂ. ഭഗവാൻ പറയുന്നു, രണ്ടിനെയും അർജുന രണ്ടാക്കി പറയുന്നത് ബാലന്മാരാണ്, അറിവില്ലാത്തവരാ. അത് നീ തിരിച്ചു മനസ്സിലാക്കിയതാന്ന് പറയാം. പലപ്പോഴും പറയുന്ന അവസരത്തിൽ പല വിധത്തിൽ പറഞ്ഞത് അത് നേരെ തലകീഴായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ കുഴപ്പമാണ്. അത് ആളുകൾക്ക് പറയാൻ അറിയില്ല ചിലപ്പം. അപ്പോൾ ആരാ പറയുന്നത്? കുട്ടികളാണ് അങ്ങനെ പറയുന്നത്. കുട്ടികൾ തിരിച്ചിട്ടൊക്കെയാണ് പറയാം. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ അച്ഛൻ കാക്ക പോയി എന്ന് പറയും. അച്ഛനും കാക്കയും തമ്മിൽ കുട്ടികൾ പറഞ്ഞു പഠിക്കുകയാണ്. പക്ഷേ കേൾക്കുന്നവനറിയാം അച്ഛൻ ഓഫീസിലാണ് പോയത്. കുട്ടിയാണ്, അത് പറയാനേ ആയിട്ടുള്ളൂ. അപ്പോൾ തിരിഞ്ഞു പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒരു തമാശ. ഒരിക്കലും ഒരു വലിയ കമ്പനി, ഒരു സോപ്പ് പൊടിയുടെ കമ്പനി, ഡിറ്റർജൻറ്റ് കമ്പനി, അവരുടെ പരസ്യം ചെയ്തു എന്നാ. വലിയ പരസ്യമാണ്, ഗംഭീര പരസ്യം. വലിയ ഈ ഒരു മിസ് യൂണിവേഴ്സിനെയാണ് അവരതിനെ തിരഞ്ഞെടുത്തത്. വിശ്വസുന്ദരിയെ മോഡലായിട്ട് വിളിച്ചു, കോടികൾ ചിലവാക്കിയിട്ടാണ്. ദുബായിലാണ് അവരതിനെ ആദ്യത്തെ ഫസ്റ്റ് ലോഞ്ചിങ് എന്നൊക്കെ പറയുമല്ലോ അവരുടെ ഭാഷയിൽ. ആ സംഗതി ഇതാണ്. ഒരു സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടിയുടെ പേര് സ്വാമിക്ക് അറിയില്ല, എന്തോ ആവട്ടെ. അവരാ ഈ സോപ്പ് പൊടി ഒരു 3-4 അങ്ങനെ അവരുടെ ഫോട്ടോ ആണ്, ഇങ്ങനെ സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോസ്. അതിൻ്റെ വലിയ ഹോർഡിങ്സൊക്കെ സിറ്റിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. ഒരു 3-4 പടങ്ങളുണ്ട്. അതിൽ ഒന്ന് ആദ്യം തന്നെ അവരുടെ അവരിങ്ങനെ ഈ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്ത് പിന്നെ അതിനെ ഈ പാത്രത്തിലേക്ക് ഇടുന്നതും പിന്നെ ഈ സോപ്പ് പൊടി കലക്കുന്നതും പിന്നെ വെള്ള വസ്ത്രം ഇങ്ങനെ പിടിക്കുന്നതുമായിട്ടുള്ള ഒരു 3-4 സ്നാപ്പാണ്. അപ്പോൾ ഇത് ദുബായിൽ നോക്കിയ സമയത്ത് അവസാനം ഒരാളും മേടിക്കുന്നില്ല ഇത്, ഈ സോപ്പ് പൊടി ഒരു കുട്ടി പോലും മേടിക്കുന്നില്ല. പിന്നെ അവർ അന്വേഷിച്ചു, അവർക്ക് ഈ അന്വേഷണ കമ്മീഷനൊക്കെ ഉണ്ട്. അവരന്വേഷിച്ച സമയത്ത് പറഞ്ഞു അതിൽ ചെറിയ പെശക് പറ്റിയിട്ടുണ്ട്. കാരണം ഈ അറബികൾ ഈ വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുന്നവരാ. അവർ നോക്കിയ സമയത്ത് നല്ല ഉള്ള വസ്ത്രം ഈ അഴുക്ക് ഇവരുടെ സോപ്പ് പൊടിയിട്ട് പിടിച്ചു കഴിഞ്ഞ സമയത്ത് അഴുക്കായിട്ടിരിക്കണം. അവർ വായിക്കുന്നത് ഇങ്ങോട്ടേക്കാന്ന് പറയാം, വലത്തുനിന്ന് ഇടത്തോട്ടാണ്. ഇങ്ങനെ അർജുനനും സംഭവിച്ചു. അർജുനൻ തിരിച്ചു വായിച്ചു എന്ന് പറയാം. തിരിച്ചു വായിച്ചതാണ് അർജുനൻ ഇപ്പം ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഭഗവാൻ പറയുന്നു, ഇങ്ങനെ നീ മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെട്ടുവെങ്കിൽ അത് ബാലിശമാണ്. അതിൽ വേണ്ടത്ര അത് ഗൗരവത്തോട് കൂടിയിട്ടുള്ളതല്ല, ബാലിശമാണ്. അതുകൊണ്ടാണ് ഇവിടെ ബാലാഹ പ്രവദന്തി എന്ന് പറഞ്ഞത്. അത് കുട്ടികൾ പറയുന്നതാണ്. പണ്ഡിതാഹ ന പ്രവദന്തി, അറിവുള്ളവർ അങ്ങനെ പറയില്ല. ഏകമപി സമ്യക് ആസ്ഥിത, ആ ഒന്നിനെയാണെങ്കിലും നല്ലവണ്ണം അനുഷ്ഠിച്ചാൽ ഉഭയോ ഫലം വിന്ദതേ, രണ്ടിൻ്റെയും ഫലം വന്നു ചേരുന്നു എന്ന് പറയുമ്പം രണ്ടല്ല, ഒന്ന് തന്നെയാണ്. തുടർന്ന് ഭഗവാൻ വിസ്തരിക്കുന്നു, നോക്കാം നമുക്ക്. യത്സാംഖ്യേ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സാംഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം തത് യോഗൈഹി അപി ഗമ്യതേ.
ഏകം സാങ്ക്യം ച യോഗം ച യഹ പശ്യതി സ പശ്യതി. ആരാണോ കാണുന്നത് അവൻ കാണുന്നു. യഹ പശ്യതി സ പശ്യതി. സാങ്ക്യൈഹി യത് സ്ഥാനം പ്രാപ്യതേ. സാങ്ക്യന്മാരാൽ അല്ലെങ്കിൽ സാങ്ക്യമാർഗത്താൽ, സാങ്ക്യമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമാർഗം, എണ്ണി എണ്ണി പറയുന്നത്. സാങ്ക്യയോഗം നമ്മൾ കണ്ടുവല്ലോ. എന്താണ് സാങ്ക്യയോഗത്തിൻ്റെ രീതി? അവിടെ എന്തൊക്കെയുണ്ട്? പ്രതിജ്ഞയുണ്ട്, ഉദാഹരണമുണ്ട്, നിഗമനമുണ്ട്, ഇല്ലേ? അങ്ങനെ എന്താ പ്രതിജ്ഞ, ഹേതു, നിഗമനം, ഉദാഹരണം ഇത്യാദി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇന്നത് ആത്മാവ് നിത്യമാണ്, ആത്മാവ് മരണമില്ലാത്തതാണ്, അതിനെ അഗ്നിക്ക് ദഹിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധ്യമല്ല. ഇനി നീ അത് നിത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് ജനിമൃതികളോട് കൂടിയിട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അതിൽ ദുഃഖത്തിന് അവകാശമില്ല ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് ഭഗവാൻ അതിൻ്റെ നിത്യതയെ അർജുനന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ മാർഗത്തെയാണ് സാങ്ക്യമാർഗം, സാങ്ക്യയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറഞ്ഞത്. അപ്പം യത് സ്ഥാനം പ്രാപ്യതേ സാങ്ക്യൈഹി, സാങ്ക്യയോഗത്താൽ, സാങ്ക്യന്മാരാൽ യാതൊരു സ്ഥാനത്തെയാണോ പ്രാപിക്കുന്നത്. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു തലത്തിലേക്കാണ് ഈ എന്താ പറയുക ഒരുവൻ പരിണമിക്കപ്പെടുന്നത്. ഇതാണ് യോഗൈഹി അഭിഗമ്യതേ തത് യോഗൈഹി അഭിഗമ്യതേ തത്. ആ സ്ഥാനം തന്നെ യോഗൈഹി, യോഗമാർഗം ആശ്രയിക്കുന്നവരാലും എന്തു ചെയ്യുന്നു? പ്രാപിക്കപ്പെടുന്നു. സാങ്ക്യം ച യോഗം ച, സാങ്ക്യത്തെയും യോഗത്തെയും എന്തു വേണം? സാങ്ക്യത്തെയും യോഗത്തെയും ഏകം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട്, യഹ പശ്യതി, യാതൊരുവൻ കാണുന്നുവോ. സാങ്ക്യവും യോഗവും ആരാണോ ഒന്നായി കാണുന്നത്, സ പശ്യതി, അവൻ കാണുന്നു. എന്ത് കാണുന്നു? സത്യം കാണുന്നു. അല്ലാത്തവനോ ന പശ്യതി, അവനൊന്നും കാണുന്നില്ല എന്ന് പറയും. അപ്പൊ കാണുന്നവൻ ആരാണ്? ഇത് രണ്ടും രണ്ടായി കാണുന്നവൻ കാണുന്നില്ല, ഇതിനെ ഒന്നായി കാണുന്നവനാണ് കാണുന്നവൻ എന്ന് പറയുകയാണ്. തുടർന്ന് സന്യാസത്തെ കുറിച്ച് ഭഗവാൻ പറയാണ്, വിസ്തരിക്കാൻ പോവുക കാഴ്ചയെക്കുറിച്ച്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. സന്യാസഃ തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതഃ യോഗയുക്തഃ മുനിഃ ബ്രഹ്മ ന അചിരേണ അധിഗച്ഛതി ന ചിരേണ അധിഗച്ഛതി. ഹേ മഹാബാഹോ, അല്ലയോ അർജുന, സന്യാസഃ തു, സന്യാസമാകട്ടെ, അയോഗതഃ എന്ന് പറഞ്ഞാൽ യോഗത്തിൽ നിന്നല്ലാതെ ആപ്തും പ്രാപിക്കാൻ ദുഃഖം, അത് പ്രയാസമാണ്. അപ്പൊ സന്യാസത്തെ പ്രാപിക്കേണ്ടത് യോഗത്തിലൂടെയാണ്, അറിവിലൂടെ തന്നെയാണ്. സന്യാസത്തെ പ്രാപിക്കുക എന്നത് ഭഗവാൻ പറയുന്നത് ബാഹ്യമായ സന്യാസമല്ല. ആശ്രമത്തിൽ നിന്ന് ഗുരുവിൽ നിന്ന് നേടിയെടുക്കുന്ന സന്യാസത്തെക്കുറിച്ച് അല്ല ഗീത പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദശനാമി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. അത് നിങ്ങളൊരു ആശ്രമത്തിൽ പോയി, അത് വേണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം സ്വാമി. നേരിട്ടുള്ള സന്യാസമുണ്ട്, പല സന്യാസങ്ങളുണ്ട്. ആപത്കാല സന്യാസമുണ്ട്, മരിക്കാൻ നേരത്തെ ഒരു സന്യാസം. സന്യാസിയായി മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പം മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സന്യാസം കൊടുത്തേക്കും. പല പല സന്യാസങ്ങൾ, സ്വയം സ്വീകരിക്കാവുന്ന സന്യാസം. അപ്പോൾ ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോകണം. ആശ്രമങ്ങൾ തന്നെ പലതുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളൊരു ആശ്രമത്തിൽ നിന്നുള്ള ഒരു നോട്ടീസ്, ഒരു ആശ്രമത്തെയും സ്വാമി വിമർശിക്കുകയല്ല, പക്ഷെ സന്യാസത്തെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് പറയാം. കാരണം ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കണു എന്നുള്ളത് കൊണ്ട്. ഒരാശ്രമത്തിൽ നിന്ന് ഇറക്കി മിക്ക വർഷങ്ങളും കാണാറുണ്ട്,
നമുക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അതിൻ്റെ അടിയിൽ ഇങ്ങനെ പ്രത്യേകം NB എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുക, സന്യാസത്തിന് താല്പര്യമുള്ളവർ കാഷായ വസ്ത്രവുമായി ഇത്രാം തീയതി ഇത്ര മണിക്ക് നേരത്തെ അവിടെ എത്തേണ്ടതാണ് എന്ന്. അപ്പോൾ വസ്ത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും കൊടുക്കും സന്യാസം. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 5 വർഷമോ 2 വർഷമൊക്കെ തൊഴുത്ത് കഴുകുക, ആശ്രമത്തിൽ മുറ്റമൊക്കെ അടിച്ചു വാരുക, അങ്ങനെ നിങ്ങളൊരു എന്തും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു അടിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അങ്ങനെയൊക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തരുന്ന ഒന്ന് അങ്ങനെ നേടിയെടുക്കേണ്ടതാണോ? അങ്ങനെ നേടിയെടുക്കുന്ന സന്യാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന, നാം നേടേണ്ടുന്ന സന്യാസത്തെക്കുറിച്ചാണ്. ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, കർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായി നിലകൊള്ളുന്ന ഓരോ ഗൃഹസ്ഥനും നേടേണ്ടുന്ന സന്യാസത്തെക്കുറിച്ചാണ്. മറ്റേ സന്യാസമൊക്കെ വിട്ടേക്കും. മറ്റേ സന്യാസത്തിന് അതിൻ്റെതായിട്ടുള്ള, ഇപ്പോൾ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ പോയി പഠിക്കണം, 3 വർഷം പഠിച്ചു, അത് കഴിഞ്ഞു ഒരു 10, 12, 14, 15 വർഷങ്ങളൊക്കെ ബ്രഹ്മചാരിയായി സമൂഹത്തിൽ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ ഈ ശാസ്ത്രപ്രചരണം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട, അതിൻ്റെ പ്രധാനിയായിട്ടുള്ള സ്വാമിക്ക് തോന്നും ഇയാൾക്ക് സന്യാസം കൊടുക്കാം. ആ സമയത്ത് സന്യാസം കൊടുക്കും. അല്ലാണ്ട് സ്വാമി എനിക്ക് നാളെ സന്യാസം തരണം എന്ന് പറഞ്ഞാൽ സന്യാസം തരില്ല. അതല്ലാതെ നേരിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു പരിചയം ഒന്നുമില്ല, അങ്ങനെ സന്യാസം കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇനി ഇതൊന്നുമില്ല, ആരും സന്യാസം തരില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, അങ്ങനെ സ്വയം സന്യാസിയാവുന്നവരുണ്ട്. ഇടയ്ക്ക് സ്കൂളിൽ പ്രചന്ന വേഷമൊക്കെ ആയിട്ടുണ്ടല്ലോ, ഇടയ്ക്ക് സന്യാസിയായിട്ട് വിവേകാനന്ദ സ്വാമികളായിട്ട് ഒരുപാട് പേര് വേഷം കെട്ടാറുണ്ട്. ഇനി അതല്ല, ഹിമാലയത്തിലെ ഈ ഹരിദ്വാറിലൊക്കെ ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അവിടത്തെയൊക്കെ ആശ്രമത്തിൻ്റെ മാനേജർമാരും അല്ലെങ്കിൽ അവിടെ തട്ടുകട നടത്തുന്നവരും ഒക്കെ സന്യാസിമാരാണ്. അവരൊക്കെ ഈ കാഷായ വേഷമൊക്കെ ധരിച്ചിട്ടുള്ളവരാണ്. അപ്പം സന്യാസം എന്ന് പറയുമ്പം ഭഗവാൻ സന്യാസത്തിനെ വിപ്ലവാത്മകമായി അവതരിപ്പിക്കുകയാണ് ഭഗവത്ഗീതയിൽ. ഒരു പുതിയ വ്യാഖ്യാനം രചിക്കണു സന്യാസത്തിന് എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് സന്യാസം എന്ന് കേൾക്കുമ്പം ആ ഒരു കാവിയും രുദ്രാക്ഷവും ഒക്കെ മാറിക്കിട്ടണം. അതൊന്നും മോശമെന്നല്ല സ്വാമി പറയുന്നത്. പക്ഷേ രുദ്രാക്ഷത്തിലേക്കും കാവിയിലേക്കും നിങ്ങളുടെ മനസ്സ് നയിക്കപ്പെടുമ്പോൾ എവിടെയൊക്കെയോ ചില എന്താ പറയുക, ഈ വിഭജനങ്ങളും അതുപോലെ പരിമിതികളും നിങ്ങളുടെ മനസ്സിൽ നിലകൊള്ളും. എല്ലാ പരിമിതികളെയും ഉല്ലംഘിച്ച് ഈ സന്യാസം എൻ്റെ സുഹൃത്താണെന്നും ഈ സന്യാസമാണ് എൻ്റെ ലക്ഷ്യമെന്നും നമ്മുടെ മനസ്സിൽ ആ ചിന്ത പ്രകടമാകണമെങ്കിൽ, ആ സന്യാസത്തെ വാരി പുണരണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് ജനിക്കണമെങ്കിൽ നിങ്ങൾ കാവിയിൽ നിന്നും രുദ്രാക്ഷത്തിൽ നിന്നും കുറച്ച് ദൂരെ നിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന നിങ്ങളുടെ ഭർത്താവ് ഒരു കാവി മുണ്ടും എന്താ പറയുക കാവി ജുബ്ബയോ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ വരുന്നത് കാണാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കില്ല. അത് ആഗ്രഹിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അങ്ങനെ കാവി ഇതൊക്കെയായിട്ട് ഭക്ത വരൂ മകനെ എന്ന് പറയുമ്പം അല്ലേ, കുട്ടികളെ നന്നായി പഠിക്കണം മക്കളെ, കാരണം തൻ്റെ സന്തതിയാന്നുള്ള യാതൊരു ഇതുമില്ല, അമ്മ ആശീർവദിച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ നീങ്ങണം. സ്വാമി വളരെ ശാസ്ത്രമാണ് സ്വാമിക്ക് പ്രമാണം. ഈ പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുക. അല്ല നിങ്ങളിപ്പോൾ വിചാരിക്കില്ല, അല്ല ഇപ്പോൾ സ്വാമി ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്, സ്വാമിയുടെ ഗ്രൂപ്പിന് തന്നെ നമുക്ക് അങ്ങനെ ഒരു യൂണിയനോ ഒന്നുമില്ല. നമ്മുടെ യൂണിയൻ നേതാവാ മുകളിലിരിക്കുന്ന ആള് സദാശിവൻ. മൂപ്പരാണ് ഞങ്ങളുടെ കേന്ദ്രം. സദാശിവ സമാരംഭം